ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ അവകാശപ്പെട്ടതുപോലൊരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ ഇത്തവണ 2020 കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അപ്പോഴും 1 ലക്ഷത്തിന് മുകളിൽ വോട്ട് പിടിച്ച് കരുത്തു തെളിയിക്കാൻ 2020 കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. ഒരു ഘട്ടത്തിൽ 3ാം സ്ഥാനത്തെത്താൻ പോലും 2020 സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ കഴിഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ 2020 മുന്നേറ്റമുണ്ടാക്കാൻ കഴിയില്ലെന്ന ഇരു മുന്നണികളുടെയും കണക്കുകൂട്ടൽ വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ തെറ്റി. 2020യുടെ സ്വാധീന മേഖലകൾക്ക് പുറത്തുള്ള അങ്കമാലി, ആലുവ, ചാലക്കുടി മണ്ഡലങ്ങളിൽ 10,000-ന് മുകളിൽ വോട്ടുറപ്പാക്കിക്കൊണ്ടായിരുന്നു 2020 സ്ഥാനാർത്ഥി ചാർലി പോളിന്റെ മുന്നേറ്റം. 2019-ലെ ബെന്നി ബെഹനാന്റെ 1,32,000 എന്ന വമ്പൻ ഭൂരിപക്ഷം 2020 എഫക്റ്റിൽ 63,754 മാത്രമായി ഒതുങ്ങി. നേട്ടമുണ്ടാക്കാനാകുമെന്ന ഇടതു ക്യാമ്പ് കണക്കുകൂട്ടിയ കുന്നത്തുനാട്ടിൽ കണക്കുകൂട്ടലുകൾ പാടെ തെറ്റിച്ചുകൊണ്ട് 2020 2ാം സ്ഥാനത്തെത്തി. 2020യുടെ വോട്ട് 46,163 ഉയർന്നപ്പോൾ ഇടതു സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥിന് നേടാനായത് 39,089 വോട്ടുകൾ മാത്രം. 2019-ൽ 17,000-ന് മുകളിൽ ലീഡ് നേടിയ കുന്നത്തുനാട്ടിൽ ഇക്കുറി UDFന്റെ ലീഡ് വെറും 6,360. അവസാന റൗണ്ടുകളിൽ വോട്ടിംഗ് ഷെയർ ഉയർത്തിയ 2020 BDJS സ്ഥാനാർത്ഥിയെ പിന്തള്ളി 3ാം സ്ഥാനത്തെത്തി. പെരുമ്പാവൂരിൽ 17,149 വോട്ടുകൾ കൂടിയായതോടെ 1,05,020 വോട്ടുകൾ 2020 ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഉറപ്പാക്കുകയായിരുന്നു. 2019-നെ അപേക്ഷിച്ച് NDA സ്ഥാനാർത്ഥിയുടെ വോട്ട് ഇക്കുറി 43,600 കുറഞ്ഞു എന്നത് ചാലക്കുടി മണ്ഡലത്തിലെ മറ്റൊരു രാഷ്ട്രീയ ചിത്രമാണ്. ക്യാമറാമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം പ്രിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.